ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ വിശാഖപട്ടണം ഹാർബറാണ് കാണിക്കുന്നത്. ഈ ഹാർബർ 90 വർഷം ലീസിനെടുത്ത് വെച്ചിരിക്കുകയാണ് നാഗാർജുനയുടെ ക്യാരക്ടറിന്റെ പേര് ചിത്രത്തിൽ സൈമൺ എന്നാണ്. ഏകദേശം 14,000 കൂലികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. തന്റെ കീഴിൽ ദയാൽ എന്ന ഒരാളെ വെച്ച് അയാളെ കൊണ്ടാണ് ഈ 14,000 പേരെയും കൺട്രോൾ ചെയ്യുന്നത്. ദയാൽ എന്ന ക്യാരക്ടർ ചെയ്യുന്നത് സൗബിനാണ്. ഈ തുറമുഖത്തിൽ ഫോൺസ് അലൗഡഡ് അല്ല. അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അകത്തേക്ക് വരാനും കഴിയുള്ളൂ. ഇങ്ങനെ കുറച്ചധികം റൂൾസ് വെച്ചിട്ടാണ് ഹാർബർ സൈമൺ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും റൂൾസ് വെച്ചിട്ട് എന്താണ് അകത്ത് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ചസ് സ്മഗ്ലിംഗ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ വാച്ചുകളുടെ മതിപ്പ് എന്ന് പറയുന്നത് 1 കോടി 2 കോടിയൊക്കെ വെച്ച് വരും. ഇതുപോലെ കേവലം ഒരു വാച്ചിന് വേണ്ടിയാണോ 14,000 കൂലികളെ വെച്ച് അതിലൊരുത്തരെ കൺട്രോൾ ചെയ്യാനും വെച്ച് ഏകപ്പെട്ട റൂൾസും വെച്ച് തുറമുഖത്തെ തന്നെ കൺട്രോളിൽ വെച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ അതിലെന്തോ കാര്യമായ ഒരു വിഷയം ഉണ്ട്. ഹാർബറിന്റെ ഉള്ളിൽ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ചില പേർക്ക് മാത്രമേ പോകാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ വേറെ ആർക്കും തന്നെ ഉള്ളിൽ പോകാനായിട്ട് സാധിക്കില്ല. ആ റൂൾസും കടന്നു പോയാൽ മരണം ഉറപ്പാണ്. ഇങ്ങനെ ഒട്ടനേകം റൂൾസോട് കൂടിയാണ് ഹാർബർ കൺട്രോളിൽ വെച്ചിരിക്കുന്നത്. ദയാൽ എന്ന ഒരുവൻ ഹാർബറിന്റെ ഉള്ളിൽ നടക്കുന്ന ഇല്ലീഗലായ കാര്യങ്ങളെ ആരെങ്കിലും കണ്ടുപിടിച്ചാലോ സ്പൈ ചെയ്താലോ അവർ പോലീസ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതി ഒരു മറുപടിക്ക് നിൽക്കാതെ സ്പോട്ടിൽ തന്നെ കൊല ചെയ്ത് കളയും. ഇങ്ങനെ ഒട്ടനേകം പോലീസുകാർ ഉള്ളിൽ വന്നിങ്ങനെ പെട്ടുപോകുന്നത് കൊണ്ട് തന്നെ ഹാർബർ കാണുന്നത് തന്നെ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. ഇത്രയും വിവരങ്ങൾ ഒരു പോലീസുകാരൻ ഹാർബറിൽ നുഴഞ്ഞു കയറി സ്പൈ ചെയ്ത് കണ്ടെത്തി തന്റെ സഹപ്രവർത്തകർക്ക് വിശദീകരിക്കുന്നതായാണ് കാണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനായി ഹാർബറിലേക്ക് തിരിച്ചുപോയ ഈ പോലീസുകാരനെ കൂട്ടത്തിൽ ഒറ്റുകാരൻ ഉണ്ടെന്ന് മനസ്സിലാക്കി സൈമണിന്റെ മകൻ അർജുൻ ദയാലിനോട് പറയുകയും ദയാൽ എല്ലാ കൂലികളെയും വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഈ പോലീസുകാരനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ഹീറോ ദേവ ഒരു മാൻഷൻ നടത്തിക്കൊണ്ട് വരികയാണ്. അതിന്റെ മൊത്തം കൺട്രോളും ദേവയുടെ കയ്യിലാണ് ഉള്ളത്. ഇദ്ദേഹം വെക്കുന്നതാണ് അവിടെ റൂൾസ്. ആ മാൻഷനിൽ താമസിക്കുന്നവരെല്ലാവരും എല്ലാം കൊണ്ട് ജോളിയായിട്ടാണ് ജീവിക്കുന്നത്. ഒരു പ്രശ്നമില്ലാതെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുന്നു. അവിടെ ഒരു വില്ലേജ് ഫോൺ ഇരിക്കുന്നുണ്ട്. ആ ഫോൺ എന്ന് പറയുന്നത് ദേവയുടെ പേഴ്സണൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ മറ്റാർക്കും അത് യൂസ് ചെയ്യാനുള്ള അനുവാദമില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഉറ്റ സുഹൃത്ത് മരിച്ചു എന്ന ന്യൂസ് അദ്ദേഹം അറിയുന്നത്. അത് കേട്ട് ഉടനെ അദ്ദേഹത്തിന് വല്ലാതെ ഷോക്കായി പോയി. ഉറ്റ സുഹൃത്തിന് 3 പെൺകുട്ടികളാണ് ഉള്ളത്. അതിലൊരു പെൺകുട്ടിയാണ് ശ്രുതിയുടെ ക്യാരക്ടറിന്റെ പേര് ചിത്രത്തിൽ പ്രീതി എന്നാണ്. അപ്പോൾ സുഹൃത്തിന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ അങ്ങോട്ടേക്ക് അദ്ദേഹം യാത്രയായി. പക്ഷെ ദേവ അങ്ങോട്ടേക്ക് വന്ന ഉടനെ പ്രീതി, നിങ്ങൾ എന്തിനാണ് വന്നത്? ഇദ്ദേഹത്തിന്റെ മുഖത്ത് പോലും നിങ്ങൾ നോക്കിപ്പോകരുത്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ദേവയോട് പറഞ്ഞു. പക്ഷെ ദേവ പോവാനൊന്നും നിൽക്കാതെ ചടങ്ങ് അവസാനിക്കുന്നത് വരെ അവിടെ തന്നെ നിന്നു. അതിൽ നിന്ന് തന്നെ അവർ എത്രത്തോളം ആത്മബന്ധം പുലർത്തിയിരുന്നു എന്ന് ഈ സമയത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവരുടെ ഫാമിലിക്കും ദേവയ്ക്കും എന്തോ ചെറിയ പ്രശ്നം പോലെ. അതുകൊണ്ടാണ് പ്രീതി ദേവയോട് വീട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ പറയുന്നത്. എന്നാലും നമ്മുടെ സുഹൃത്തിന് എന്തായിരിക്കും സംഭവിച്ചത് എന്ന് അറിയാനായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങി നോക്കുന്നുണ്ട്. അപ്പോഴാണ് സുഹൃത്തിന്റെ നെഞ്ചിൽ ചുറ്റിക വെച്ച് അടിച്ചാണ് കൊന്നിരിക്കുന്നത് എന്ന സത്യം അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. പക്ഷേ നോർമലായിട്ട് നോക്കിയാൽ ഹാർട്ട് അറ്റാക്ക് എന്ന കാരണം പറഞ്ഞ് കേസ് തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനാണെങ്കിൽ ഉറപ്പായും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ദേവ കളത്തിൽ ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ സുഹൃത്ത് എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ദേവ അന്വേഷിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അപ്പുറത്ത് ഹാർബറിലും സൈമണും ദിനം പ്രതി ഓരോരുത്തവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും സൈമൺ എത്ര കൊള്ളില്ലാത്തവനായാലും അയാൾക്കൊരു മകനുണ്ട്. അവൻ അത്രയും നല്ലവനാണ്. അപ്പൻ ചെയ്യുന്ന തൊഴിലിൽ ഒരിക്കലും വരരുത് എന്ന് വിചാരിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നാലും അപ്പന് കുറച്ച് സപ്പോർട്ടായി നിൽക്കുന്നുണ്ട്. ഹാർബറിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവര് പരസ്പരം ലവ് ചെയ്യുന്നുമുണ്ട്. ഇപ്പുറത്തെ ദേവയും എന്തൊക്കെയോ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് തന്റെ സുഹൃത്തിന്റെ കൊലയ്ക്ക് കാരണം ആരാണെന്ന്. പക്ഷെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തിന്റെ മകളായ പ്രീതിയോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതേപ്പറ്റി അവൾക്ക് പ്രത്യേകിച്ച് ഉത്കണ്ഠയൊന്നുമില്ല.
അവളെ സംബന്ധിച്ച് അപ്പ മരിച്ചു, ഇനി മുന്നോട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ദേവ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ കൊന്നവർ ഉറപ്പായും നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നിന്റെ ജീവനും ഭീഷണിയുണ്ട്. എന്താണ് നടന്നത് എന്ന് പറയാനായി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവൾ പറയാനായി തയ്യാറാകുന്നില്ല. പിന്നീട് ദേവ അന്ന് രാത്രി തന്റെ സുഹൃത്തായ സത്യരാജിന്റെ അസിസ്റ്റന്റിനെ കണ്ടെത്തി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇവിടെയാണ് സത്യരാജിന്റെ ഇൻട്രോ വരുന്നത്. സത്യരാജിന്റെ ക്യാരക്ടറിന്റെ പേര് രാജശേഖർ എന്നാണ്, എന്നാലും ഞാൻ ഇവിടെ സത്യരാജ് എന്ന് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. കുറച്ചു നാൾ മുമ്പ് വരെ ഹാർബറിൽ സൈമൺ കുറച്ചധികം പേരെ കൊല ചെയ്തുകൊണ്ടേയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഡെഡ് ബോഡീസ് ഒക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നറിയാതെ കടലിലേക്ക് തന്നെ തൂക്കി എറിഞ്ഞു കളഞ്ഞു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കടലിൽ എറിഞ്ഞു കളഞ്ഞ ഡെഡ് ബോഡീസ് ആണെങ്കിലും കരയിൽ അടിയുമല്ലോ. അതുകൊണ്ട് തന്നെ പോലീസ് കേസും ദിനം പ്രതി കൂടി വന്നു. കമ്മീഷണർ വാൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇനിയും കൊല ചെയ്യരുത്, ഇനി അങ്ങനെ ചെയ്യേണ്ട വന്നാലും ആ ഡെഡ് ബോഡീസ് കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും മറച്ചു വെക്കണം എന്ന് ഒരു ഐഡിയ അവർ കൊടുത്തു. ഉടനെ സൈമണ് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. കൊല ചെയ്യാതിരിക്കാനും കഴിയില്ല. ഈ സമയത്താണ് സൈമണിന്റെ മകൻ ഒരു വിഷയത്തെ പറ്റി ആലോചിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഒരു സയന്റിസ്റ്റിനെ കണ്ടില്ലായിരുന്നോ എന്ന് ഓർത്തു. അവരെ പറ്റിയാണ് ആലോചിക്കുന്നത്. ആ സയന്റിസ്റ്റ് മറ്റാരുമല്ല, ദേവയുടെ സുഹൃത്ത് സത്യരാജ്. സത്യരാജിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു സയന്റിസ്റ്റ് ആണ്. സത്യരാജും എപ്പോഴും പുതിയ പുതിയ വിഷയങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമായിരുന്നു ഇലക്ട്രിക് ചെയർ. ഇതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ മരിച്ചുപോയ ഡെഡ് ബോഡീസിനെ ഈ ചെയറിലേക്ക് വെച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശാമ്പലാവും. അതുകൊണ്ട് തന്നെ ഇതിൽ വെച്ച് ഡെഡ് ബോഡീസ് കത്തിച്ചാൽ ഒരു ബാഡ് സ്മെല്ലും വരത്തുമില്ല, ഡെഡ് ബോഡീസിനെയും ഈസിയായി കത്തിക്കാമെന്ന് പറഞ്ഞ് തീരുമാനിക്കുകയാണ്. ഗവൺമെന്റിന്റെ അടുത്തുകൂടി ഇതിന് അപ്പീൽ വാങ്ങുന്നുണ്ട്. എന്നാൽ സർക്കാരും ഇതൊരു ദുഷ്ടന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ അവൻ എത്ര പേരെ കൊല ചെയ്യും എന്ന് കരുതി ഈ കണ്ടുപിടുത്തത്തെ റിജക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ചെയർ ഒരുത്തന്റെ കയ്യിലുണ്ട് എന്ന് സൈമണിന്റെ മകൻ അയാളോട് പറഞ്ഞ പക്ഷം ഉടനെ തന്നെ അയാളെ തൂക്കിയെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സത്യരാജിനെ കൊണ്ടുവന്ന് വിരട്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. തുടക്കം സത്യരാജ് ഇതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ 3 പെൺകുട്ടികളുടെയും പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അതിന് സമ്മതിക്കേണ്ടി വന്നു. അതിൽ പിന്നെ സൈമൺ എത്ര പേര് കൊല ചെയ്താലും എല്ലാ ഡെഡ് ബോഡീസിനെയും ഇയാളാണ് ഡിസൈഡ് ചെയ്ത് ശാമ്പലാക്കുന്നത്. സോ ഇതിനു മുമ്പ് ഇങ്ങനെയെല്ലാമാണ് നടന്നത് എന്ന് അസിസ്റ്റന്റ് ദേവയോട് പറയവേ സത്യരാജ് കണ്ടുപിടിച്ച ആ കണ്ടുപിടുത്തത്തെ എനിക്ക് കാട്ടിത്തരുമാ പറ്റുമോ എന്ന് ദേവ ചോദിച്ചു. ആ ഇലക്ട്രിക് ചെയറിനെ ദേവ പോയി കാണുന്നു. അത് കണ്ടതും ദേവയും ആകെ കൺഫ്യൂഷനിലാവുന്നു. ഉറപ്പായും എൻ്റെ സുഹൃത്തിന്റെ മരണത്തിന് സൈമണിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് പോയി അന്വേഷിച്ചാൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും എന്നുറപ്പിച്ചു. അവിടെ എങ്ങനെ പോകാൻ പറ്റും എന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് സൈമണിന്റെ റൈറ്റ് ഹാൻഡ് ആയിരിക്കുന്ന ദയാലും ഒപ്പം ഒരുപാട് പേരെ കൊല ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ മൃതശരീരങ്ങളെ കടലിലേക്ക് തന്നെ വലിച്ചെറിയുകയാണ്. എന്താണെന്ന് വെച്ചാൽ സത്യരാജ് മരിച്ചതിൽ പിന്നെ ആ ഇലക്ട്രിക് ചെയർ ആർക്കും യൂസ് ചെയ്യാനായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ദിനം പ്രതി പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ദയാലും ഇപ്പോഴാണ് ഒരു വിഷയത്തെ പറ്റി ആലോചിക്കുന്നത്. സത്യരാജിനെ അടുത്തറിയുന്നവർക്ക്, പ്രത്യേകിച്ചും അയാളുടെ മകളായ പ്രീതിക്ക് ആ ചെയർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയും അറിയുമായിരിക്കും എന്ന് ചിന്തിക്കുന്നു. ഉടനെ ആ 3 പെൺകുട്ടികളെ തൂക്കിക്കൊണ്ടു വരുവാനായിട്ട് ഓർഡർ ചെയ്യുന്നു. അടിയാളുകളും അവിടെയുള്ള ഗേൾസ് ഹോസ്റ്റലിൽ പോയി നോക്കിയപ്പോൾ പ്രീതിയും അവിടെ തന്നെയുണ്ട്. അവിടെ ചെന്ന് മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു. ആ സമയത്താണ് ദേവ എൻട്രി ആകുന്നത്. ദേവ വന്ന് പ്രീതിയെ രക്ഷിക്കുന്നു. എല്ലാ അടിയാളുകളെയും അടിച്ച് ഒരു വഴിയാക്കുന്നു. ഇതൊരു ഘട്ടത്തിന് മീതെ പോകുമ്പോൾ ദേവ വന്നവരോട് കാര്യം അന്വേഷിക്കുന്നു. അപ്പോൾ അവർ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ ആള് ദയാൽ ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പറഞ്ഞു, അതിനാണ് വന്നതെന്ന്. എന്നാൽ ഞാനും കൂടെ വരും എന്ന് പറഞ്ഞ് പ്രീതിയും ദേവയും കൂടി ദയാലിനെ കാണാനായിട്ട് പോയി.
അപ്പോൾ ദയാൽ അവരോടായി, എനിക്കും നിനക്കും യാതൊരു പ്രശ്നങ്ങളുമില്ല. എനിക്ക് ആവശ്യം ആ ഇലക്ട്രിക് ചെയർ ഓപ്പറേറ്റ് ചെയ്യണം. അത് ഈ പെണ്ണിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ പെണ്ണിനോട് അത് ചെയ്യാൻ പറയൂ. അങ്ങനാണെങ്കിൽ എനിക്കും നിനക്കും ഒരു ഡീൽ വെക്കാമെന്ന്. അങ്ങനെ ഒരു ഡീലിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ ദേവ പറയുകയാണ്, ആ പെണ്ണിന് ആ ചെയർ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും അറിയില്ല, എന്നാൽ എനിക്ക് നന്നായി അറിയാം. അങ്ങനെ പറഞ്ഞ് ദേവയ്ക്ക് അറിയാത്ത വിഷയത്തെ അറിയാമെന്ന രീതിയിൽ അഭിനയിക്കുകയാണ്. എന്നാൽ നീ ഓപ്പറേറ്റ് ചെയ്യൂ, എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും എന്ന് പറഞ്ഞ് ദയാൽ കൊല്ലുന്ന എല്ലാ ഡെഡ് ബോഡീസിനെയും ഇലക്ട്രിക് ചെയറിൽ വെച്ച് ദേവയെ കൊണ്ട് ശാമ്പലാക്കാമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ദേവയ്ക്കും ഇലക്ട്രിക് ചെയർ കണ്ടിട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഒരു പിടിയും ഇല്ലെങ്കിലും ഓരോരോ ബട്ടണിലെല്ലാം കുത്തി പ്രീതിയുടെ ചെറിയ സഹായത്തോടെയും ഒടുവിൽ എങ്ങനെയൊക്കെയോ മെഷീൻ വർക്കായി. ഇങ്ങനെയെല്ലാം ദയാലും സൈമണും ഓരോരുത്തവരെ കൊന്ന് ഡെഡ് ബോഡീസ് എല്ലാം ഇലക്ട്രിക് ചെയറിൽ വെച്ച് ശാമ്പലാക്കി ദിനം പ്രതി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുവാണ്. ഇതിങ്ങനെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ ദേവ ഹാർബറിന്റെ ഉള്ളിൽ പോയി തൻ്റെ സുഹൃത്തിൻ്റെ മരണത്തിന് എന്തേലും ഒരു ചെറിയ ക്ലൂ കിട്ടുമോ എന്ന് എല്ലാവരുടെ അടുത്തും അന്വേഷിക്കുവാണ്. പക്ഷെ എങ്ങനെയൊക്കെ ഹാർബറിൽ എല്ലാവരോടും അന്വേഷിച്ചാലും ദേവയെ കൊണ്ട് ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പോകണമെങ്കിൽ സൈമണിന്റെ ആളായി മാറിയാൽ മാത്രമേ സാധിക്കുള്ളൂ. അയാളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇടം പിടിക്കണം എന്ന് വിചാരിച്ച് എന്തൊക്കെയോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ അപ്പുറത്തെ സൈമണിന്റെ മകന് ഒരു ഇൻഫർമേഷൻ വരുന്നു. അത് നമ്മുടെ ഗ്യാങ്ങിന്റെ ഉള്ളിൽ ഒരു പോലീസുകാരനുണ്ട്. അങ്ങനെ ആ പയ്യനും അത് ദയാലിനോട് പറഞ്ഞു. അപ്പോൾ ദയാലും ആരാടാ ആ ഇൻഫോമർ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വെച്ച് സൈമണിനെ വിളിച്ചു. ഞങ്ങൾ ഇൻഫോമറിനെ പിടിച്ചു, നിങ്ങൾ വേഗം തിരിച്ചു വരാൻ പറഞ്ഞു. സൈമൺ വന്ന ഉടനെ ആ ഇൻഫോമറെ പിടിച്ച് കൊല്ലുന്നു. ആ ദിവസം ദേവയെ കോൾ ചെയ്ത്, ഞങ്ങൾ ഇന്ന് ഒരുത്തനെ കൊന്നു, നീ ബോഡി കൊണ്ടുപോയി ശാമ്പലാക്കൂ എന്ന് പറഞ്ഞു. സൈമൺ വാണ്ടഡായി ദേവയെ കോൾ ചെയ്താണ് പറയുന്നത്. ദേവയും ഹാർബറിലോട്ട് വരികയും അപ്പോഴാണ് സൈമണും ദേവയും പരസ്പരം ആദ്യമായി കാണുന്നത്. സൈമണിന് ദേവയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന സംശയം. അതെന്തായാലും ശരി, അത് കണ്ടുപിടിക്കാം എന്ന് വിചാരിക്കുകയും അവിടെയുള്ള ഡെഡ് ബോഡിയെ എടുത്തോണ്ട് മടങ്ങാൻ പറഞ്ഞു. അത് കേട്ട് ദേവ ഡെഡ് ബോഡിയെ പോയി നോക്കിയാൽ അത് വലിയൊരു ഷോക്ക്. ഇവിടെയാണ് ചിത്രത്തിലെ മെയിൻ ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. ആ ഡെഡ് ബോഡി സൈമണിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ദയാലിന്റെ ആയിരുന്നു. എന്തിന് ദയാലിനെ കൊല്ലണം? സൈമണിന് എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം വന്നാലും ജീവനം കളഞ്ഞ് സഹായിക്കുന്നവനെ എന്തിനായിട്ടാണ് കൊല്ലുന്നത് എന്നതിന്റെ കാരണം നോക്കിയാൽ, ആരംഭത്തിലെ ഒരു ഇൻഫോമറെ ഞാൻ പിടിച്ചു എന്ന് ദയാൽ സൈമണിന് കോൾ ചെയ്യുമ്പോൾ ആ ഇൻഫോമർ മറ്റേ ആരുമല്ല, ദയാൽ തന്നെയാണ്. അതിന് ദയാൽ വേറെ ഒരുത്തനെ ഇതിലേക്ക് ഇടണം എന്നതുകൊണ്ട് ഏതോ ഒരുത്തനെ ഇവൻ തന്നെ പോലീസ് എന്ന് പറഞ്ഞ് ഇൻഫോമർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ സൈമണിന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് 5 വർഷമായി തൻ്റെ കൂടെയുള്ള ദയാൽ തന്നെയാണ് പോലീസുകാരൻ എന്ന്. ഇവൻ മൂലമാണ് ന്യൂസ് എല്ലാം പുറത്തു പോകുന്നത് എന്നും. ഈ വിഷയം മനസ്സിലായ ഉടനെ എത്ര വർഷം ഇടപെടുകിയ ആളാണെന്ന് പോലും നോക്കാതെ ചുറ്റികൊണ്ട് ഒരടിയിൽ തന്നെ ദയാലിനെ കൊല്ലുകയാണ് സൈമൺ. സോ ഇവിടെയാണ് ദേവയ്ക്ക് ഇത്രയും വലിയ ഒരു ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. ശരി, നമ്മൾ എന്തിനാ ഇത്ര കാര്യം എന്ന് കരുതി ദേവയും ദയാലുടെ ബോഡി തൂക്കി. അപ്പോൾ സൈമൺ ഒരു വിഷയം പറഞ്ഞു, ഇവനെ കത്തിച്ച് ശാമ്പലാക്കണ്ട, ഇവനെ മാത്രം കുഴി വെട്ടി അതിൽ മൂടിയാൽ മതി, എന്നാലേ മറ്റുള്ള പോലീസുകാർക്കൊക്കെ ബുദ്ധി വരുള്ളൂ എന്ന് പറഞ്ഞ് ദയാലുടെ ബോഡി മാത്രം മൂടാൻ പറഞ്ഞു. അതിൽ നമുക്കെന്ത് കാര്യം എന്ന് കരുതി ദയാലുടെ ബോഡിയെ ദേവ മൂടി. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയാൽ ദയാൽ മരിച്ചിട്ടില്ല. കുഴിയിൽ നിന്ന് മുകളിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ദേവയും ഹെൽപ്പ് ചെയ്ത് മുകളിലേക്ക് വരാൻ സഹായിക്കുന്നു. ദയാൽ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ ദേവയോട് കെഞ്ചുകയാണ്, എന്നെ വെറുതെ വിട്, ഞാൻ ആരും കാണാത്തയിടത്തേക്ക് ഓടിപ്പൊക്കോളാം എന്ന് പറഞ്ഞു. എന്നാൽ ദേവയ്ക്ക് എന്ത് ചെയ്യണമെന്ന ഐഡിയ ഇല്ല. നമുക്ക് എന്താ കാര്യം എന്ന് കരുതി സൈമണിനെ കോൾ ചെയ്ത്, നീ അടക്കണമെന്ന് പറഞ്ഞെങ്കിലും ദയാൽ ഇപ്പോൾ ജീവനോടെ ഉണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വേണ്ടി നീ ഒരു കാര്യം മാത്രം ചെയ്യ്, അവനെ കൊല്ലണം എന്ന് പറഞ്ഞു സൈമൺ. സൈമൺ എന്തു പറഞ്ഞോ അത് തന്നെ ചെയ്യുന്നു. അങ്ങനെ ദയാൽ ഉയിരോടെ തിരിച്ചു വന്നാൽ കൂടിയും ദേവ അവനെ കൊന്നുകളയുന്നതായാണ് കാണിക്കുന്നത്. സോ ഇതിനപ്പുറം സൈമൺ പറഞ്ഞ എല്ലാ ജോലികളും തീർത്ത സൈമണിനെ കാണാൻ ദേവ കാണാനായിട്ട് പോവുകയാണ്.
അവിടെ പോയ ഉടനെ നീ പറഞ്ഞ പോലെ ദയാലിനെ കൊന്നു കളഞ്ഞു. നീ എനിക്ക് വേണ്ടി ദയാലിനെ കൊന്നുവല്ലോ. അതുകൊണ്ട് നിന്റെ സുഹൃത്തായ സത്യരാജ് എങ്ങനെയാണ് മരിച്ചതെന്ന് കാട്ടിത്തരാമെന്ന് സൈമൺ പറയുന്നു. തന്റെ ഉറ്റ സുഹൃത്തായ സത്യരാജ് കൊല ചെയ്തെന്നുള്ള വീഡിയോ CCTVയിലൂടെ തന്നെ ദേവയെ കാണിക്കുന്നു. അത് വേറെ ആരുമല്ല, ദയാളാണ് സത്യരാജെ കൊല്ലുന്നത്. ആ വിഷയം ദേവയ്ക്ക് മനസ്സിലായപ്പോഴേക്കും ആ വിഷയത്തെ പറ്റി ആലോചിച്ചു നോക്കുന്നു. ഇതിനു മുമ്പ് സൈമൺ വന്ന് കൊല ചെയ്യൂ എന്ന് ദേവയോട് പറഞ്ഞിരുന്നു. എന്നാലും ദേവ അയാളെ കൊന്നിരുന്നില്ല, അവരെ രക്ഷപ്പെടാൻ സഹായിച്ചിരുന്നു. അതും പോരാത്തതിന് അയാൾക്ക് ആവശ്യത്തിലധികം മുറിവും പറ്റിയിരിക്കും. അതുകൊണ്ട് പ്രീതിയെ കൂടി അവനോടൊപ്പം അയച്ച് അവനെ സുരക്ഷിതമായി നോക്കണം എന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നു. ഇപ്പോൾ ദയാലും പ്രീതിയും മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വീഡിയോ കാണിക്കുന്നത്, ദയാൽ അന്ന് സത്യരാജിനെ കൊന്നത് എന്ന്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് സത്യരാജ് ദയാലിന്റെ കാതിൽ എന്തോ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് വിഷയമാണ് എന്ന് ആർക്കും അറിയില്ല. ആ വിഷയം അറിയുന്ന ഒരേ ഒരാൾ ദയാലാണ്. ശരി, ദയാലിന് തന്നെ ഫോൺ ചെയ്ത് ചോദിക്കാം എന്ന് വിചാരിച്ച് സൈമൺ അറിയാതെ കോൾ ചെയ്തതും അവിടെ ദയാൽ ഭയങ്കരമായി ചിരിക്കുന്നു. എന്തോ ഇതിലെ മെയിൻ വില്ലൻ അങ്ങനെയാണെന്നതുപോലെ. പ്രീതിയെ കൂടെ അവന്റെ കൂടെ കൂട്ടിന് അയച്ചിരിക്കുന്നു. എന്താടാ, ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കുമോ നീ? നിന്റെ സുഹൃത്തിനെ കൊന്നത് ഞാൻ തന്നെയാ. നിന്റെ സുഹൃത്ത് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പവർ ഹൗസ് എന്ന ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കിനർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്റെ സുഹൃത്തിന്റെ മകളെ തട്ടിക്കൊണ്ടു പോവുകയാണ്. മര്യാദയ്ക്ക് ഞാൻ എന്തെല്ലാമാണോ പറയുന്നത് അത് നീ അവിടെ നിന്ന് ചെയ്യണം. അയാൾ ദേവക്കിട്ട് ആപ്പ് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സൈമന്റെ അടുത്ത് ദയാലിനെ കൊന്നു എന്ന് പറഞ്ഞും പോയി. ഇപ്പോൾ പിന്നെയും ജീവനോടെ ഇരിക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെയും പ്രശ്നങ്ങൾ തുടങ്ങും. അതുകൊണ്ട് ദയാൽ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം കേട്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് ദേവ മാറേണ്ടി വന്നു. സോ ശരിക്കുമുള്ള വില്ലൻ സൈമണിനെയും താണ്ടി ദയാലാണ് ആത്മസുഹൃത്തിനെ കൊന്നത് എന്ന സത്യം മനസ്സിലാക്കി. ശേഷം സത്യരാജ് മരിക്കുന്നതിന് മുമ്പ് പവർ ഹൗസ് എന്നൊരു കോഡ് വാക്ക് പറഞ്ഞത് ഓർത്ത് അതിനു പിന്നിൽ എന്താണ് ഉള്ളത് എന്നോർത്തു. ഇതുവരെയും മറ്റാർക്കും അറിയാത്ത ഇവിടെയാണ് ഇന്റർവെൽ വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് എന്താണ് ഈ പവർ ഹൗസ് എന്ന് കാണിക്കുവാണ്. പവർ ഹൗസ് എന്നത് ഒരു മദ്യത്തിൻ്റെ നെയിം ആയിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് സത്യരാജ് പറഞ്ഞിട്ടാണ് ദേവ ഒന്ന് അടങ്ങി നിന്നത്. അന്നു മുതൽ പുള്ളി കുടിയും നിർത്തി, തല്ലുപിടിയും നിർത്തി. പിന്നെ സത്യരാജിൻ്റെ പെങ്ങളെയാണ് ദേവ കെട്ടിയിരിക്കുന്നതും. അങ്ങനെ 30 വർഷങ്ങൾക്ക് ശേഷം ദേവ വീണ്ടും പവർ ഹൗസ് കുപ്പി എടുക്കുവാണ്. സൈമണിൻ്റെ മുമ്പിൽ വെച്ച് അവൻ ആ കുപ്പി എടുത്ത് കുടിക്കുന്നു. സോ ഇതിന്റെ അപ്പുറം സത്യരാജ് എന്തിനാണ് കൊന്നത് എന്ന വിഷയം ഇവിടെയാണ് കാണിക്കുന്നത്. ദയാൽ ഒരു പോലീസുകാരനാണെന്ന സത്യം ആദ്യമായി കണ്ടുപിടിക്കുന്നതേ സത്യരാജ് ആണ്. ഈ വിഷയം പുറത്തറിഞ്ഞാൽ തന്റെ ജീവന് ആപത്ത് വരും എന്ന വിഷയം ഓർത്തിട്ടാണ് ദയാൽ സത്യരാജിനെ കൊല്ലുന്നത്. അങ്ങനെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ തേടി ഒരുത്തം വരും, ഉറപ്പായും അതിന് നീ മറുപടി പറയേണ്ടി വരും എന്ന് സിംബോളിക്കായി പറഞ്ഞതാണ്. ദയാൽ ഒരു പോലീസുകാരനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സത്യരാജിനെ കൊന്നത്. അപ്പുറം ദയാൽ പ്രീതിയെ വിളിച്ചുകൊണ്ട് അവരുടെ ഇടത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ദേവയ്ക്ക് ശ്രുതിയെയും രക്ഷിക്കാൻ പറ്റുന്നില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല. അപ്പോൾ ദയാൽ ദേവയ്ക്ക് കോൾ ചെയ്ത് പ്രീതിയെ വിടണമെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ഞാൻ സൈമണിന്റെ ഒപ്പം സമ്പാദിച്ചതെല്ലാം അവിടെ ഇരിക്കുകയാണ്, അതുപോലെ ഞാൻ കളക്ട് ചെയ്ത എവിഡൻസും. ഇതെല്ലാം നീ എടുത്തു തന്നാൽ പ്രീതിയെ ഞാൻ വിടാം എന്ന് കണ്ടീഷൻ വെക്കുന്നു. എന്നാൽ ദേവയെ കൊണ്ട് അവിടേക്ക് പോകാനായി സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അതെല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അതും പുറത്തുനിന്ന് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ. അതും താണ്ടി ദേവ അവിടെ നിന്ന് ഫയൽസും ജ്വല്ലറീസും ഒക്കെ എടുത്താൽ പ്രീതിയുടെ ജീവന് ഒരു ഭീഷണിയും ഉണ്ടാകില്ല. സോ ദയാൽ എന്തെല്ലാം പറയുന്നുവോ അതെല്ലാം ദേവ ആരും അറിയാതെ ചെയ്തു തീർക്കുന്നു. അതിൻ്റെ ഇടയിൽ ആരെല്ലാം അതിൻ്റെ ഇടയിൽ പെട്ടാലും അവരെ കൊന്നിട്ട് പ്രീതിയാണ് മുഖ്യം എന്ന ചിന്തയിൽ തന്നെ ഇരിക്കുവാണ്. അങ്ങനെ ദയാൽ പറയുന്ന എല്ലാം ദേവ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പരിധിക്കപ്പുറം ദയാൽ വിളിച്ചു, നീ അവസാനമായി ഒരു കാര്യം മാത്രം എനിക്ക് വേണ്ടി ചെയ്യണം. സൈമണിന്റെ മകനെ നീ കൊല ചെയ്യണം. ദേവയ്ക്ക് ഇതിലൂടെ ഒരു വിഷയം മനസ്സിലാകുന്നു. സൈമൺ എന്തെല്ലാം കൊള്ളരുതാത്തവൻ ആയാലും അയാളുടെ മകൻ വളരെ നല്ലവനാണ്. അത്രയും നല്ലവനായിട്ടുള്ള അവനെ ഞാൻ എങ്ങനെ കൊല്ലും എന്ന് ആലോചിക്കുന്നു. എന്നാൽ നീ അവനെ കൊന്നില്ലെങ്കിൽ ഇവിടെ പ്രീതിയെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു.
അതോടെ സൈമന്റെ മകനെ കൊല്ലാനായി തനിയെ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നാൽ കൂടി ദേവയ്ക്ക് അവനെ കൊല്ലാനായി സാധിക്കുന്നില്ല. അപ്പോൾ അവൻ ഹാർബറിൽ തന്നെ ഒരു പെണ്ണിനെ ലവ് ചെയ്യുന്നുണ്ട്. ആ പെണ്ണിന്റെ കൂടെ തന്നെ നിങ്ങൾ നന്നായി ജീവിക്കേ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ്. അവനെ മടക്കി വിട്ടെന്നുള്ള വിഷയം ദയാലിന് ലീക്ക് ആകുന്നുണ്ട്. അപ്പോൾ ദയാലുമാകെ ടെൻഷനായി ഞാൻ പറഞ്ഞ പണി നീ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ പെണ്ണിനെ കൊലപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ദേവയെ വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദേവ ദയാലെ നോക്കി എന്താടാ ദിലീപ് എന്ന് പറഞ്ഞ് അവരുടെ റിയൽ നെയിം വിളിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. അതായത് ദയാലുടെ ഒറിജിനൽ നെയിമാണ് ദിലീപ്. അതായത് ദയാൽ എന്ന ദിലീപിന് ഒരു ഭാര്യ വരെ ഉണ്ട്. ആ ഭാര്യ വേറെ ആരുമല്ല, സൈമണിന്റെ മകൻ സ്നേഹിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണാണ് ദിലീപിന്റെ ഭാര്യ. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന് പോലീസിൽ നിന്ന് ഒരു സ്പൈ ആയിരിക്കാനുള്ള നിയമനം വരുന്നു. അവൻ തനിയെ വരാൻ പറ്റില്ല, ഭാര്യയും അവനോടൊപ്പം വരാൻ തയ്യാറാവുകയാണ്. നിനക്ക് സഹായത്തിന് ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും വരുന്നത്. ആക്ച്വലി പറഞ്ഞു വന്നാൽ രണ്ടുപേരും പോലീസുകാരാണ്. രണ്ടുപേരും പോലീസ് ട്രെയിനിങ് കാലഘട്ടത്തിലെ ലവ് ചെയ്ത് കല്യാണം കഴിച്ചതാണ്. പക്ഷേ ഇപ്പോൾ എത്തിക്സിൽ നിന്ന് മാറി എന്ത് വിധേനയും ക്യാഷ് സമ്പാദിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സോ ആക്ച്വലി കഥയെ ഇത് തന്നെയാണ്. ഇപ്പൊ ദിലീപിന് ഇവന് ഇങ്ങനെ ഈ കഥയെല്ലാം എങ്ങനെ അറിയാം എന്നത് ഓർത്ത് ആകെ ഷോക്കാകുന്നു. സോ ഒരു ഘട്ടത്തിന് മീതെ പ്രീതിയെ വിട്ടയക്കേണ്ട അവസ്ഥ വരുമ്പോൾ കെട്ടെല്ലാം മറുത്ത് അവളെ വിട്ടയക്കുന്നു. ഒരു വഴിക്ക് പ്രീതി അങ്ങനെ രക്ഷിക്കാനായി പറ്റുന്നു. മറ്റൊരു വശത്ത് ദേവയും ദയാലിന്റെ ഭാര്യയെ കെട്ടിയിട്ടിരിക്കുകയാണ്. ദേവയും സത്യരാജിന്റെ അസിസ്റ്റന്റായ ഒരാളുണ്ടാവും. അയാളോട് ഈ ശ്രീയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. എന്നോട് സത്യരാജ് ഒരു വിഷയം മാത്രം പറഞ്ഞിട്ടുണ്ട്, നീ മാൻഷനിൽ ഒരു പഴയ ഫോൺ വെച്ചിട്ടില്ലേ, ആ ഫോണിൽ ഒരു കോൾ വരും. അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ കോൾ ചെയ്യുന്നുവോ അവർ ഒരു കൂലിയുടെ നമ്പർ പറയും. അവിടെ നമ്പർ ആരാണോ പറയുന്നത് അവളാണ് നിന്റെ മകൾ എന്ന് സത്യരാജ് ഒരു വിഷയം പറയും. ഈ വിഷയം സത്യരാജുടെ അസിസ്റ്റന്റിന് എങ്ങനെയോ മനസ്സിലാകും. അങ്ങനെയാണ് ദേവ വിഷയത്തെ മനസ്സിലാക്കിയത്. ദേവ ശരിക്കും സത്യരാജിന്റെ പെങ്ങളെ കെട്ടിയ ആളാണ്. സത്യരാജുടെ 3 പെൺമക്കളിൽ ഒരാൾ എൻ്റെ മകൾ ആണ് എന്ന സത്യം അദ്ദേഹം ഒരു വിഷയത്തെ നോട്ട് ചെയ്യുന്നു. അത് മനസ്സിലാക്കി മറ്റു 2 പെൺകുട്ടികളെ രക്ഷിക്കാനായി പുറപ്പെടുന്നു. അപ്പോൾ സൈമണിന്റെ മകന് വല്ലാത്തൊരു വിഷമത്തിലാകുന്നു. എന്തൊക്കെയായാലും ഞാൻ സ്നേഹിച്ച പെണ്ണല്ലേ, അവൾ കഷ്ടത്തിലാണല്ലോ എന്നതോർത്ത്. അവിടെ ആ പെണ്ണും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണ്, ദയാൽ വന്ന് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞു കൂട്ടുന്നത്, അവനും എനിക്കും ഒരു ബന്ധവുമില്ല എന്നൊക്കെ. അതെല്ലാം കേട്ട് വിശ്വസിച്ച് അവളുടെ കെട്ടെല്ലാം അഴിച്ച് അവളെ രക്ഷിക്കാനായി ശ്രമിക്കുന്നു. ഇപ്പോഴാണ് അവൾ അവളുടെ റിയൽ സ്വരൂപത്തെ കാണിക്കുന്നത്. ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കുമോടാ എന്ന് പറഞ്ഞ് സൈമന്റെ മകനെ അടിച്ചിട്ട് അവൾ രക്ഷപ്പെട്ടു പോകുന്നു. നോക്കാൻ ഏൽപ്പിച്ച അസിസ്റ്റന്റിനെയും കൊലപ്പെടുത്തുന്നുണ്ട്. ദയാലുവിനെ കോൾ ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടു, ഉടനെ പോയി ആ പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു. ദയാലുവും നീ രക്ഷപ്പെട്ടല്ലോ, ഞാൻ അവളെ പിടിക്കാം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയ പ്രീതിയെ ചേസ് ചെയ്യുന്നു. പ്രീതിയുടെ കൂടെ ദേവയുടെ മാൻഷന്റെ വാർഡനായ ഒരാളും കൂടെ മറ്റു ചിലരും ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്കൊന്നും ദയാലിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പുറത്താവട്ടെ പ്രീതിയുടെ 2 അനിയത്തിമാരും ദേവയുടെ മാൻഷനിലാണ്. ദേവ അവരോട് ഒന്നും അറിയാത്തതുപോലെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് തന്റെ മകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് നടക്കുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദയാലിന്റെ ആളുകൾ വരുന്നത്. ദേവ അവരെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്താവട്ടെ പ്രീതി ദയാലിന്റെ കയ്യിൽ പെടാതെ ഒരു ട്രെയിനിൽ ചെന്ന് കയറുന്നു. എന്നാൽ ദയാലും പിന്നാലെ ട്രെയിനിൽ കയറുന്നു. നിക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ പ്രീതി അപ്പം പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ അന്ന് ഞാൻ ഇല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് ഈ കൂലി നമ്പർ 5821 പറയുക എന്ന കാര്യം. പ്രീതി അപ്പോൾ തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നു. അപ്പുറത്ത് ദേവ ഫ്ലൈറ്റിലായിരുന്നെങ്കിലും ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ഓടിപ്പോയി അതെടുക്കുന്നു. അവന്റെ മകൾ പ്രീതിയാണെന്ന് ദേവയ്ക്ക് അപ്പോൾ മനസ്സിലാവുകയാണ്. ട്രെയിനിലാവട്ടെ ദേവയുടെ മാൻഷനിൽ ഉണ്ടായിരുന്ന വാർഡൻ
ദയാലിനെ കടന്നു പിടിച്ച് പുറത്തേക്ക് ചാടുന്നു. അങ്ങനെ പ്രീതി തൽക്കാലം സേഫ് ആവുകയാണ്. പക്ഷെ ആ ട്രെയിനിൽ ദയാലിന്റെ ആ വൈഫും ഒളിച്ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദയാൽ പിന്നീട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന്റെ വൈഫ് സൈമണിന്റെ മകനെ ഒരു കാറിൽ അടിച്ച് അവശതയാക്കി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ദയാൽ ആ കാറിൽ കയറി സൈമണിനെ വീഡിയോ കോൾ ചെയ്ത് ഞാൻ നിന്റെ മകനെ കൊല്ലാൻ പോവുകയാണ്, എനിക്ക് വേറെ വഴിയില്ല, എല്ലാത്തിനും കാരണം ദേവയാണ്, നിന്റെ മകനെ കൊന്നില്ലെങ്കിൽ അവൻ എന്റെ ഭാര്യയെ കൊല്ലും എന്ന് പറഞ്ഞ് അർജുനെ ആ കാറിലിട്ട് കുത്തിക്കൊല്ലുന്നു. ഇതെല്ലാം കണ്ട് സൈമണിന് ആകെ ഭ്രാന്താകുന്നു. ദേവ ഓൾറെഡി ദയാലിനെ കൊന്നു എന്ന് സൈമണിനോട് പറയുകയും ചെയ്തു. ദേവ ദയാലിനെ രക്ഷപ്പെടാൻ സഹായിച്ചതുകൊണ്ട് അന്യായമായി ഇപ്പോൾ സൈമണിന്റെ മകനും കൊല്ലപ്പെട്ടു. അതും അവൻ വളരെ നല്ലവനായിരുന്നു കേട്ടോ. ഇതോടെ എങ്ങനെയും ദേവയെ കൊല്ലും എന്നുള്ള വെറിയിൽ സൈമണും ദേവ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഇപ്പുറത്താകട്ടെ വീണ്ടും ഭയങ്കര ഫൈറ്റ് നടക്കുകയാണ്. അപ്പോഴാണ് ദേവ ഒരു വിസിൽ അടിക്കുന്നത്. അപ്പോൾ വരുവാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഉപേന്ദ്ര. ആക്ച്വലി ഉപേന്ദ്ര മാത്രമല്ല, മറ്റു 18 പേർ കൂടി ആ മാൻഷനിൽ ഉണ്ടായിരുന്നു. പണ്ട് ദേവയുടെ കൂടെ കൂലി ജോലി ചെയ്യുന്നവരിൽ നിന്നാണ് ഇതെല്ലാം. അവരെല്ലാരും കൂടി വില്ലന്മാരെ നിലം പരിശാക്കുന്നു. ചെന്നൈയിലെത്തിയ ഉടനെ ദയാലിന്റെ ഭാര്യയും പ്രീതിയും പരസ്പരം കാണുന്നു. പക്ഷെ ഇറങ്ങിയ ഉടനെ രണ്ടുപേരെയും സൈമൺ തൂക്കുന്നു. സൈമണിന് വിഷയം മനസ്സിലാക്കിയ ഉടനെ ദയാലിന്റെ ഭാര്യയെ ഒറ്റയ്ക്കുള്ള മുറിയിലിട്ട് കൊടൂരമായി കൊല ചെയ്യുന്നു. നിന്റെ ഭർത്താവ് എന്റെ മകനെ കൊന്നില്ലേ, അതും എത്ര നാളായി? എന്റെ ഇടത്തിൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്ന് ഇൻഫോമറായി വരെ ജോലി ചെയ്തിരിക്കുന്നു, എന്നെ പൊട്ടനാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞാണ് ദയാലിന്റെ ഭാര്യയെ കൊല്ല ചെയ്യുന്നത്. ഇനി ശ്രുതിയെ കൊല്ലാം എന്ന് വെച്ച് വരുമ്പോഴാണ് ദേവ എൻട്രി ആകുന്നത്. ദേവ എൻട്രി ആയ ഉടനെ നിന്നെ ആരംഭത്തിൽ തന്നെ എവിടെയോ കണ്ട പോലെയുണ്ട്, നീ ആ കഥ പറയുമോ അതോ ഞാൻ കണ്ടുപിടിക്കണമോ എന്ന് ദേവയോട് ചോദിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഇനി ഇവൻ ആ കഥ പറഞ്ഞില്ലെങ്കിൽ പ്രീതിയുടെ ഹൃദയത്തെ എടുത്തോടാ എന്ന് പറഞ്ഞ് പ്രീതിയെ കുറച്ച് ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ദേവയ്ക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്താണ് ചെയ്തിരുന്നത് എന്ന വിഷയം സൈമണോട് പറയേണ്ട ആവശ്യം വന്നിരിക്കുന്നു. 30 വർഷം മുമ്പ് ദേവയും മറുനാട്ടിലുള്ള ഹാർബറിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെയുള്ള കൂലിക്ക് വേല ചെയ്യുന്ന ജോലിക്കാർ മൂലം വിലപിടിപ്പുള്ള ഡ്രഗ്സും മറ്റും ഹാർബറിൽ കടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയം ദേവയ്ക്ക് മനസ്സിലാകുന്നു. എന്നാൽ ആരംഭത്തിൽ അവന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ പോലീസ് ഈ വിഷയം മനസ്സിലാക്കിയ ഉടനെ നമ്മളെ കൊണ്ട് മുതലാളിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പൊ പകരം 100 കൂലികളെ അകപ്പെടുത്തി ഇവരാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അകപ്പെടുത്തുകയാണ്. അപ്പൊ പോലീസുകാരും ഈ കൂലികളെ നടുക്കടലിൽ കൊണ്ടുപോയി എൻകൗണ്ടർ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അതിൽ നിന്ന് 20 പേര് മാത്രം രക്ഷപ്പെടുന്നു. അതിൽ ഒരാളാണ് ഈ ദേവ. 2 സൂപ്പർ സ്റ്റാർ ഉപേന്ദ്ര. ഇവർ രണ്ടുപേരും അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നു. ഇവർ ഒരു കാലഘട്ടത്തിൽ സുഹൃത്തുക്കളായിരുന്ന് ജോലി ചെയ്തവരാണ്. അവിടെ തന്നെയാണ് സത്യരാജും ഇരുന്നത്. സോ 3 പേരും ഒരേ ഇടത്തിൽ ഇരുന്നവരാണ്. അന്ന് പോലീസ് കേസ് ആയപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് ഇവരെ കടത്താമെന്ന് പറഞ്ഞാണ് ഈ കൂലികളെയെല്ലാം ഷിപ്പിൽ കയറ്റിയത്. പക്ഷെ നടുക്കടലിൽ വെച്ച് കൊന്നുകളയാനായിരുന്നു പ്ലാൻ. ദേവ ഉൾപ്പെടെ ആകെ 20 പേരാണ് രക്ഷപ്പെട്ടത്. അതിന് കാരണക്കാരായ എല്ലാവരെയും ദേവ തീർത്തു കളഞ്ഞു, ആ മുതലാളിയെ ഉൾപ്പെടെ. ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുവാണ് സൈമൺ. അപ്പോഴാണ് സൈമൺ ആ സത്യം മനസ്സിലാക്കുന്നത്. പുള്ളി പറയുന്ന മുതലാളി തൻ്റെ അപ്പനാണെന്ന കാര്യം. സൈമണിന്റെ ചെറുപ്പത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അന്ന് സൈമണിന്റെയും ഫാമിലിയുടെയും മുന്നിലിട്ടാണ് അപ്പനെ ദേവ കൊന്നുകളഞ്ഞത്. 30 വർഷങ്ങൾക്ക് മുമ്പ് നീ എൻ്റെ അപ്പനെ കൊന്നു, അന്ന് നിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ഇന്ന് ഞാൻ നിന്നെ കൊല ചെയ്യും എന്ന് പറഞ്ഞ് സൈമണും ദേവയ്ക്കും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ്. അതിന്റെ അവസാനം ദേവ ഇതിനുമപ്പുറം നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല, നീ മരിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞ് സൈമണിനെ കൊല്ലുന്നു. ഉപേന്ദ്ര വന്ന് ഇതിനോടകം പ്രീതിയെയും രക്ഷിക്കുന്നു. ഇതുകൊണ്ട് പ്രശ്നമെല്ലാം തീരും എന്നോർത്താൽ ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് പോയിന്റ് ആയിട്ട് ഇരിക്കുന്നത്. സൈമൺ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ അവസാന വരി, നിനക്ക് എന്നെ കൊല്ലപ്പെടുത്താം, എന്നാലും എന്നെയും തേടി ഒരുത്തൻ വരുമെടാ, അവന് നീ മറുപടി പറയേണ്ടി വരും എന്നൊരു വിഷയത്തെ പറയുന്നുണ്ട്. അവൻ വരുവും ഇവൻ വരുവൻ എന്നൊക്കെ പറഞ്ഞു നോക്കിയാൽ അവസാനം വരുന്നത് അമീർ ഖാനാണ്. ആളുടെ നെയിം ദാഹ. ദാഹയുടെ ആളുകൾ ദേവയെയും മറ്റുള്ളവരെയും പിടിച്ചുകൊണ്ടു പോകുന്നു. ദാഹ മറ്റാരുമല്ല, സൈമണിന്റെ ഫാദറിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മുതലാളിയുടെ മകനാണ്. അങ്ങനെ ദാഹ വന്ന ഉടനെ ആരാണ് എൻ്റെ സഹോദരന്റെ മരണത്തിന് കാരണമെന്ന് ചോദിച്ച് അവനെ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞ് ദേവയെ നോൽക്കുന്നു.
സൈമണ് ദേവയെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നിയ പോലെ ഇവിടെ ദേവയ്ക്കും ആ പരിചയം ഫീൽ ചെയ്യുന്നുണ്ട്. 30 ഇയേഴ്സ് മുമ്പ് ആ ഓർമ്മകളൊക്കെ മനസ്സിലൂടെ വരുന്നു. ദാഹ പറയുകയാണ്, ഞാൻ ബിസിനസ് ഏറ്റെടുത്തത് മുതൽ നിങ്ങളുടെയെല്ലാം ഞാൻ അന്വേഷിച്ചിരുന്നു, പക്ഷേ കണ്ടു കിട്ടിയില്ല. എൻ്റെ റൈറ്റ് ഹാൻഡായി എനിക്ക് നിങ്ങളെ വേണം. ദേവ അപ്പോൾ ദാഹയുടെ അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അമീർ ഖാന്റെ അപ്പന് ദേവയെ കണ്ടതും ചെറിയൊരു ഭയം. ദേവ പുള്ളിയോട് പറയുകയാണ്, എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ഏതേലും കൂലിയുടെ മെക്കിട്ട് കയറിയ എല്ലാത്തിനെയും പൂളിക്കളയും മകനെ, ഒന്ന് പറഞ്ഞു കൊടുത്തേരേ. ഇത് കേട്ട ഉടനെ പേടിച്ച് അപ്പൻ ദാഹയോട്, മോനെ ദേവ നമ്മുടെ ആളായി, എല്ലാം സെറ്റിലായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിനും അപ്പുറം പ്രശ്നമുണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു ടീമാകാം, നമ്മുടെ ബിസിനസ്സിനെ ഒരു നിലയിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈകോർക്കുന്നു. ദയാലിനെ ഇതിനോടകം ദാഹയുടെ ആളുകൾ തൂക്കിയിരുന്നു. അവിടെ വെച്ച് ദേവ ദയാലിനെ വലിയൊരു കുഴിയിലേക്ക് അടിച്ചു വീഴ്ത്തി കൊല്ലുന്നു. ദാഹ ദേവയോട്, നീ എന്നു മുതലാ ഞങ്ങളുടെ കൂടെ കൂടണത്, ഒരുപാട് ചിന്തിച്ച് ടൈം കളയരുത്, എന്നെ വീണ്ടും ഇന്ത്യയിലേക്ക് വരുത്തരുത്. അപ്പോൾ ദേവ പറയുകയാണ്, എനിക്ക് നിന്നോടും അത് തന്നെയാണ് പറയാനുള്ളത്. കൂലികൾക്ക് എന്തേലും ആയിന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ തേടി ഞാൻ മെക്സിക്കോയിലേക്കാവും വരുന്നത്. അങ്ങനെ അവസാനം ഉപേന്ദ്രയും ദേവയും ദാഹയും ഒരുമിച്ച് ബീഡി വലിക്കുന്നിടത്ത് പടം അവസാനിക്കുകയാണ്. പ്രീതി ഒരിക്കലും തന്റെ അച്ഛൻ ദേവയാണെന്ന് മനസ്സിലാക്കുന്നില്ല. ദേവ പറയുന്നുമില്ല. കാരണം സത്യരാജ് 3 കുട്ടികളെയും സ്വന്തം മക്കളായിട്ടാണ് വളർത്തിക്കൊണ്ടുവന്നത്. പ്രീതി ദേവയോട് 5821 കൂലിയെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അറിയില്ലെന്ന് കള്ളം പറഞ്ഞ് ദേവ പ്രീതിയെ യാത്രയാക്കുന്നു. അവിടെ വെച്ച് നമ്മുടെ മൂവി തീരുകയാണ്. ഈ പടത്തിന്റെ 1 ലൈൻ ആവറേജ് ആയിരുന്നാലും സെക്കൻഡ് ഹാഫ് വളരെ നന്നായിട്ടുണ്ട്. നല്ല എൻഗേജിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം. സോ എല്ലാവരും കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ.